ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കരിമീൻ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഒരു അടിപൊളി ടേസ്റ്റിൽ നമുക്ക് എങ്ങനെ ഒരു കരിമീൻ മപ്പാസ് ഉണ്ടാക്കാൻ നോക്കിയാലോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണേ, ഇതിൻ്റെ റെസിപ്പികളൊക്കെ ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഞാനിവിടെ മപ്പാസിന് ആവശ്യമുള്ള 4 കരിമീനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, ഇത് മൂന്നും കൂടെ ഇട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ പുരട്ടി റെസ്റ്റ് ചെയ്യാൻ വെക്കാവേ. പിന്നെ ഒരു പാനിലേക്ക് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തന്നേക്കണേ. ഞാനിവിടെ ഇപ്പോൾ 2 മീൻ വറക്കാനിട്ടിരിക്കുകയാണ്. അതിനി തിരിച്ചു കൊടുക്കാം. ഒരുപാട് മൂപ്പിച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയാൽ മതി. ഇതിപ്പോൾ ആയിട്ടുണ്ട്, ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം അതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാവേ. അപ്പോൾ അത് അവിടെ നിന്ന് ഫ്രൈ ആകുന്ന സമയം കൊണ്ട് നമുക്കിതിനുള്ള മസാല പ്രിപ്പറേഷൻ നടത്താം. ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചൂടാകുമ്പം അല്പം വെളിച്ചെണ്ണയും 2 മീഡിയം സൈസുള്ള സവോളയും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള 2 പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഇട്ട് ചേർത്ത് നന്നായിട്ട് വഴറ്റി ഉള്ളിയൊക്കെ ഒന്നൊരു സോഫ്റ്റ് ആണ്. ഇപ്പോൾ ഉള്ളിയൊക്കെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത് മൂന്നും കൂടി ഇട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ എന്നിട്ട് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പം അതിലേക്ക് 2 ചെറിയ തക്കാളി വട്ടത്തിലരിഞ്ഞത് ചേർത്തോടെ ഇളക്കാം. അതിനുശേഷം അതിലേക്ക് തേങ്ങാപ്പാലിൻ്റെ 2ാം പാൽ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് ഇളക്കി വെച്ച് അതൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ. അതിനുശേഷം നമുക്കൊന്ന് മീൻ ചേർക്കാം. ഇതിപ്പോൾ എല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ ചേർക്കാം. മീൻ ചേർത്ത് അതിലേക്ക് മസാലയൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് തേങ്ങാപ്പാലിൻ്റെ 1ാം പാൽ നമുക്ക് എടുത്തൊഴിച്ച് കൊടുക്കാം. 1ാം പാലൂടെ ചേർത്തിട്ട് ഒരു തിളപ്പ് തിളച്ചാൽ മതി. അപ്പോൾ മീനിലേക്ക് അതൊക്കെ ഒന്ന് പിടിച്ചോളും. ഇനി അതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിന് മുമ്പായിരുന്നു ഉപ്പ് ചേർക്കേണ്ടത്. പിന്നെ കുറച്ച് ഗരം മസാല ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാവേ. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ പ്രിപ്പറേഷൻ. വളരെ സിമ്പിളായിട്ടും എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ ബൈ ബൈ.